ഹായ്. അപ്പം ഇന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാം അല്ലേ? ഞാൻ കുറച്ച് ചോറ് വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ചിക്കൻ കുറച്ചിരിക്കുന്നുണ്ട് പൊരിക്കാനായിട്ട്. പിന്നെ നമുക്ക് എല്ലാ വീട്ടിലുണ്ട്. അത് നമുക്കൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയാലോ? ഞാൻ മാത്രമാണ് കഴിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഒരു ധൈര്യം ഇത് ഉണ്ടാക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അവരന്ന് സവോള തന്നെ ആദ്യം ഉരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി ഉരിയും കേട്ടോ. നമുക്ക് നമ്മൾ ഈ വെളുത്തുള്ളി ഇതെല്ലാം കഴുകി അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ബാക്കി സെറ്റാക്കാം. നമുക്ക് തക്കാളി ഇങ്ങനെ ചൂടാന്നറിയാം കേട്ടോ. നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ട് വിടാം. ഞാൻ കുറച്ച് ചോറിട്ട് ഇളക്കി അത്രേ ഉള്ളൂ കേട്ടോ. പെട്ടെന്നാട്ടോ ഇക്ക വന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അപ്പം ഇക്കാക്കും കൂടെ എൻ്റെ തട്ടിക്കുട്ടി ചിക്കൻ ബിരിയാണി ഇതിനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ പുള്ളിയും കഴിക്കും കേട്ടോ. പുള്ളിയുടെ അഭിപ്രായം നമുക്ക് നോക്കാം. എനിക്കുള്ള തട്ടിക്കുട്ടി ബിരിയാണി ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. എങ്ങനെയുണ്ട് എൻ്റെ ബിരിയാണി? ബിരിയാണി ബിരിയാണി ഇത് ബിരിയാണി അല്ലേ? ഇപ്പൊ കഴിച്ചോണ്ടിരിക്കണേ. എങ്ങനെയുണ്ട്? ഞാൻ ഇറച്ചിച്ചോറാന്ന് ഓർത്തത്. ഓ, ഇറച്ചിച്ചോറിനൊക്കെ വേണ്ടി പറയാം. ഇത് രണ്ടുപേരും തിന്നോട്ടോ. ശരിയെന്നാ.